വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീട്ടിലാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബയോളജി എക്സാമിനെ കുറിച്ചൊക്കെ പറയാൻ വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം ഇപ്പോൾ എക്സാം എഴുതിയിട്ടില്ല, എഴുതാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇന്നിപ്പം 2 മണിക്കാണ് എക്സാം. അതുകൊണ്ട് എന്താ പറയുക, ഇന്നലെ രാത്രി പഠിച്ചില്ല. എന്നിട്ട് ഇന്ന് രാവിലെ ഒരു 7 മണിക്ക് ഇരുന്നിട്ട് ഒരു 8 വരെ ഇരുന്നിട്ട് ബോട്ടണി 5 ചാപ്റ്റേഴ്സ് തീർത്തു. പിന്നെ ഒരു ഉറക്കം പാസ്സാക്കിയതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എന്താ പറയുക സുവോളജി അങ്ങനെ നോക്കിയിട്ടില്ല. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രം എനിക്ക് തോന്നുന്ന രീതിക്ക് പ്രീവിയസിൽ നോക്കിയാൽ കുറേ ഇമ്പോർട്ടൻ്റ് ആവുമല്ലോ, അപ്പോൾ അത് മാത്രം ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ എക്സാം ഇതിപ്പോൾ ഇന്ന് ഉച്ചക്കാന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ലാഗൊന്നും പഠിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ എനിവേ ഇനി എന്താ പറയുക, അപ്പോൾ പോകാനൊക്കെ ഒരു 1 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1:20 ആകുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ഞാൻ സ്കൂളിൽ ഒരു 1:30 എത്തും. പിന്നെ അവിടെ പോയിട്ട് എന്തെങ്കിലും കുറച്ച് നോക്കണം. കാരണം എന്താ പറയുക, വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ പെട്ടെന്ന് പഠിക്കുകയൊന്നുമില്ല. പക്ഷേ സ്കൂളിൽ പോകുമ്പോൾ കുറച്ച് സമയം ഇപ്പോൾ ബെല്ലടിക്കും, ഇപ്പോൾ കയറാൻ പറയുമ്പം അപ്പോൾ ഭയങ്കര പഠിപ്പായിരിക്കും. അപ്പോൾ അങ്ങനെ ഇനി സ്കൂളിൽ പോയിട്ട് കുറച്ച് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ സംഭവം നോക്കണം. അപ്പോൾ എനിവേ ഗൈസ്, ഇനി എക്സാം എഴുതി കഴിഞ്ഞിട്ട് വന്നിട്ട് വീഡിയോ കാണാം. അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ എക്സാമൊക്കെ എഴുതി ഞാനിപ്പോൾ വന്നിട്ടുണ്ട്. സമയം 4:30 കഴിക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് 1:30 എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ല, 1:30 അങ്ങനെ പറഞ്ഞിരുന്നിട്ട് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ കൂടുതൽ പേര് 2 മണിക്ക് എത്തി. കാരണം അയച്ച ടൈം ടേബിൾ 2 മണിയായിരുന്നു. പക്ഷേ 2 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഈ ബയോളജിക്ക് വെച്ചാൽ കുറേ പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് എന്താ പറയുക, കുറച്ച് സമയം അത് എഴുതിയെടുക്കാൻ. അപ്പോൾ അതേപോലെ തന്നെ എന്താ സംഭവിച്ചത് വെച്ചാൽ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 2:45 ഇപ്പം ബയോളജി ഫുൾ എഴുതൽ കഴിഞ്ഞ്. പക്ഷെ പേപ്പർ മേടിക്കൂലല്ലോ, അങ്ങനെ ഒരു 3:45 ഇന്ന് മേടിച്ചിട്ട് ഞങ്ങളെ വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ കുഴപ്പമില്ല, സിമ്പിളായിട്ടുള്ള, ഏകദേശം സിമ്പിളായിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു. നമ്മൾ എന്താ പറയുക, അത്ര ടഫായിട്ട് ക്വസ്റ്റ്യൻസൊന്നും കാണാനില്ല. പിന്നെ ഞാൻ സുവോളജി പഠിക്കാതിരുന്ന് പോയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് അറിയുന്ന ചാപ്റ്റർ പോലും റിവൈസ് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ടില്ലായിരുന്നു. അപ്പം മറ്റേ മൈക്രോബ്സിൻ്റെ മറ്റേ ചാപ്റ്ററൊക്കെ സ്കൂളിൽ പോയിട്ട് അരമണിക്കൂർ ഉണ്ടാവും. അപ്പോൾ പോയിട്ട് റിവൈസ് ചെയ്യാൻ വെച്ച് പോയപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ കയറ്റി ഇരുത്തിക്കണം. അപ്പോൾ പിന്നെ ഒന്നും എടുത്ത് നോക്കാനും പറ്റിയിട്ടില്ല. അങ്ങനെ സുവോളജി സത്യം പറഞ്ഞാൽ ഞാൻ നല്ല പഠിച്ചിട്ടില്ല, ഒന്നും കാര്യമായിട്ട് തൊട്ട് പഠിച്ചിട്ടില്ലായിരുന്നു. ബോട്ടണി ഒരു 4 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. 5th ചാപ്റ്ററത്തെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒന്ന് വന്നിക്കണം. പക്ഷേ എങ്ങനെയൊക്കെ ഗസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, ഏതൊരു ഓർമ്മയൊക്കെ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എക്സാം ഉണ്ടായിരുന്നു, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബോട്ടണി മറ്റേ നമുക്ക് 5 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഒരു 4 അത്യാവശ്യം കുഴപ്പമില്ല പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലാതെ ബോട്ടണി അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തൊക്കെ മറ്റേ അത് അഗാരോസ് ജെല്ലാണ്. അത് സംഭവം കാര്യത്തിൽ മനസ്സിലായില്ല. ഞാൻ അഗാരോസ് ജെല്ലെന്ന് എഴുതിയിട്ടില്ല ഫസ്റ്റത്തെ ആൻസർ. പിന്നെ കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്പാൻഡ് GEA അത് കുഴപ്പമില്ലാതെ ഒക്കെ 1 വേർഡിനെ മാറ്റി. പിന്നെ PCR കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ മാച്ച് ദി ഫോളോയിങ് മറ്റേ ഇൻട്രാക്ഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെറുതായിട്ട് ഡൗട്ട് ഉണ്ട്, ഞാൻ കുഴപ്പമില്ല എഴുതിയിട്ടുണ്ട്. പിന്നെ 10ാമത്തെ ബാച്ചിലേഴ്സ് തുറിഞ്ചിനെ കുറിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു 11th ക്വസ്റ്റ്യന് നമ്മളെ എക്കോസിസ്റ്റത്തെ ആയിരുന്നു. അപ്പം ആ ചാപ്റ്റർ ഞാൻ പഠിക്കാതെ പോയതായിരുന്നു. അപ്പോൾ അങ്ങനെ പക്ഷേ മറ്റേ ഞങ്ങൾക്ക് സ്കൂളിൽ വേറെ എക്സാം നടത്തുന്നതിന് മുന്നേ, അപ്പോൾ അന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് പഠിച്ചിട്ട് ആ ഒരു ഓർമ്മയിൽ വെച്ചിട്ട് ആ പ്രോസസ്സ് മാത്രം എഴുതിയിട്ടുണ്ട്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ക്ലോണിങ് വെക്ടറിൻ്റെ ഫീച്ചേഴ്സും പിന്നെ PBR 322 ആൻസർ ഉണ്ട്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, PYQലുണ്ട്. അപ്പം ഈ ഒരു ചാപ്റ്റർ പോപ്പുലേഷൻ്റെ ഞാൻ PYQs കുറേ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോൾസ് ഫ്രൂട്ട്, ട്രൂ ഫ്രൂട്ട്സ്, അതോ ജസ്റ്റ് ഓവറിന്നാണെങ്കിൽ ട്രൂ ഫ്രൂട്ട്സ്, ഓവറില്ലാത്ത വേറെ പാർട്സ് ആണെങ്കിൽ ഫോൾസ്. പിന്നെ ഗീവ് എക്സാമ്പിൾ ഫോർ വാട്ടർ പോളിനേറ്റർ പ്ലാന്റും അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനുണ്ട്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യന് ഇതിലെനിക്ക് ബയോറിയാക്ടർ മാത്രമേ അറിയുള്ളൂ, ബാക്കി 2 അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യന് ഞാൻ വെറുതെ എക്സ്ട്രാ എഴുതിയിട്ടുള്ളത്. എന്തായാലും ബയോറിയാക്ടറുകൾ മാർക്ക് മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യന് ചെറിയൊരു എക്സാമ്പിൾസ് ചെയ്തതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. പിന്നെ 19th ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ 20th സിങ്കാമി മറ്റേ എന്തായിരുന്നു ട്രിപ്പിൾ ഫ്യൂഷനൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യന്.
അപ്പോൾ ബോട്ടണി ഇതൊക്കെയാണ്, കുഴപ്പമില്ലായിരുന്നു. നല്ലപോലെ കുറച്ചുകൂടെ ഡീപ്പായി പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് കിട്ടില്ലെങ്കിൽ ഏകദേശം എത്ര ഇപ്പോൾ 30-ലാണെങ്കിൽ 25 and above എന്തായാലും മേടിക്കാം. അത് കുഴപ്പമില്ല. ഇനി സുവോളജി ആണെങ്കിൽ പഠിക്കാതെ പോയിട്ടുള്ളതാണ്. ആദ്യമൊക്കെ എഴുതിയിട്ടുള്ള ഓർമ്മയിൽ വെച്ചിട്ടാണ് കൂടുതലും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് മറ്റേ എക്സ്പാൻഡ് ചെയ്തൊന്നും അറിയില്ല, അപ്പോൾ അത് ചെയ്തിട്ടില്ലായിരുന്നു. അല്ല, രണ്ടാമതൊന്നും എക്സ്പാൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു 1 മാർക്ക് സെക്ഷൻ കുഴപ്പമില്ല, അതൊക്കെ മര്യാദയ്ക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു മാച്ച് ദി ഫോളോയിങ് ഉണ്ട്. അപ്പോൾ മാച്ച് ദി ഫോളോയിങ് കിട്ടുമ്പം നമുക്ക് പറ്റുന്ന എനിക്ക് അതന്നെ ചെയ്യാൻ നോക്കും. കാരണം അത് സിമ്പിളായിരിക്കും, മാച്ച് ദി ഫോളോയിങ്ങും കംപ്ലീറ്റ് ഫോളോയിങ് ഒക്കെ. പിന്നെ മൈക്രോറൈസ അതിൻ്റെ റിലേഷൻ എഴുതാനുണ്ട്. പിന്നെ ഈ ഒരു സംഭവം, ഈ ഒരു എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ തിയറി എന്താ വെച്ചിട്ടൊക്കെ എന്താ എഴുതേണ്ടതെന്ന് അറിയില്ല. അപ്പം ഇതൊക്കെ ഒരു ബയോട്ടിക് മീൻസ് അങ്ങനെ ആ ഒരു രീതിക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. കാരണം ചാപ്റ്റർ ഒന്ന് വായിക്കാതെ പോയതുകൊണ്ട് വലിയൊരു ഇതില്ല. പിന്നെ ആ ഗ്യാസസ് ജസ്റ്റ് ഒരു ഓർമ്മ ഉണ്ടായിരുന്നു, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ H2 എഴുതിക്കണം, അപ്പോൾ ആൻസർ ശരിയാണോ അറിയില്ല. പിന്നെ 9th ക്വസ്റ്റ്യൻ അതൊന്നും എഴുതിയിട്ടില്ല, കാരണം അത് പഠിക്കാത്ത റീസൺ ഒന്നും അറിയില്ല. പിന്നെ ഈ ഒരു ടേബിള് ഇതന്നെ സ്കൂളിൽ പോയി പഠിക്കാൻ വിചാരിച്ചത്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പഠിക്കാൻ സമയം കിട്ടിയില്ല. അതിൽ 2 മുന്നേ ഇത് പഠിച്ച ചാപ്റ്റർ ആയിരുന്നു, പക്ഷേ റിവൈസ് ചെയ്യാത്തതുകൊണ്ട് ഓർമ്മയില്ല. അപ്പം 2 ജസ്റ്റ് ഒരു ഓർമ്മ ഉള്ളതുകൊണ്ട് ലാക്റ്റിക് ആസിഡിൻ്റെയും പിന്നെ ആസ്പെറിജിലസ് നൈഗർ അതിൻ്റെയും പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്താണെന്ന് അത് വായിക്കാത്തതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, പക്ഷേ അതിൽ സബ് ക്വസ്റ്റ്യൻ ഞാൻ ഒഴിവാക്കി, കാരണം അറിയില്ലായിരുന്നു, അതാണ് സത്യം. പിന്നെ അതിൽ ബി ഹോമലോഗസും അനലോഗസും കുഴപ്പമില്ല. പിന്നെ ഇത് മറ്റേ CUT അങ്ങനെ എന്തോന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ മുന്നേ വായിച്ചിട്ടുള്ള ഓർമ്മയിലാണ്. ഇതൊക്കെ ബാക്കി എല്ലാ ക്വസ്റ്റ്യനും ഏകദേശം അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ 13th Aയും Bയും ഒക്കെ കിട്ടിയിട്ടില്ല, പക്ഷേ C എഴുതിയിട്ടുണ്ട്. ചിലതിൽ അങ്ങനെയാണ് ക്വസ്റ്റ്യന് ഏതെങ്കിലും 2-3 സബ് ക്വസ്റ്റ്യൻ മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഇത് കുഴപ്പമില്ല, ഇത് പഠിച്ചിരുന്നു, സിമ്പിളായിരുന്നു. അപ്പോൾ ഇത് 3 അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 15th ക്വസ്റ്റ്യൻ നെയിം ദി പ്രിൻസിപ്പൾ ആൻഡ് ഫാക്ടർ, ഹാർഡി നെയിംബൊക്കെ തോന്നുന്നു. പിന്നെ ഇതിൽ ബാക്കി കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ 17, 18 കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. പിന്നെ 20 എഴുതി. അപ്പോൾ എക്സാം കുഴപ്പമില്ല, നല്ലവരെ പഠിച്ചു പോവുകയാണെങ്കിൽ ഫുൾ മാർക്കൊക്കെ നമുക്ക് അറൗണ്ട് മേടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെയുണ്ടായാലും കമൻറ്റ് ചെയ്യാൻ കേട്ടോ. പിന്നെ ലാസ്റ്റത്തെ എക്സാം 3/4 മണിക്കൂറിൽ പരിപാടി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ കുറേ നേരം എടുക്കും, പിന്നെ എന്നുള്ള വരയ്ക്കും, അപ്പോഴത്തേക്ക് ഇരുന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്. നമ്മൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അതിൻ്റെ ശേഷം പഠിക്കണം എന്നാണ്. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. സോ താങ്ക് യു.